മലേഷ്യയിൽ പോകാൻ ആഗ്രഹമുള്ളവരും മലേഷ്യ കാണാൻ ആഗ്രഹമുള്ളവരും ഇത് കണ്ടോളി. നിങ്ങളെ ഞാൻ കൊണ്ടുപോണത് മലേഷ്യക്കാണ്. മലേഷ്യയിൽ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ കാണണം എന്നുള്ളതും പോയോൽക്ക് ഒന്നും കൂടി കാണാനും പോവാത്തോൽക്ക് കാണാനും വേണ്ടിയാണ് ഈ വീഡിയോ. ഇംഗ്ലീഷ് അക്ഷരമാല വരിവരിക്ക് വെച്ച് ഇത് നഴ്സറി അല്ല, ഇതാണ് പുത്രജയ. ഞാൻ ഈ എണ്ണ എടുക്കുന്നത് എന്താണെന്നല്ലേ, ഈ മലേഷ്യക്കുള്ള പ്രത്യേകതയാണ് ഓരോ സംസ്ഥാനത്തിനും ഓരോ കൊടികളുണ്ട്. അത് ഈ പുത്രജയന്റെ മുന്നിൽ ഇങ്ങനെ വരി വരിക്ക് പാറി പറക്കുന്നുണ്ട്. ഇനി നമ്മൾ പോകാൻ പോണത് ഈ പള്ളിന്റെ ഉള്ളിക്കാ. പുറത്തുനിന്ന് കാണാൻ നല്ല രസമില്ലേ, എന്നാ അതിലേറെ രസമാണ് ഇതിന്റെ അകം. എന്നാ പാഞ്ഞങ്ങോട്ട് ചെന്നാൽ പള്ളിന്റെ ഉള്ളിക്ക് കയറ്റൂല. ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിമാണെന്ന് തെളിയിച്ചാലേ അകത്തേക്ക് കയറാൻ കഴിയുള്ളൂ. പുറത്തൊക്കെ ചുറ്റി കറങ്ങാൻ ആർക്കും കറങ്ങട്ടോ. പേർഷ്യക്കാരും തുർക്കിക്കാരും ഓലെ വാസ്തുവിദ്യ കൊണ്ടുണ്ടാക്കിയ ഈ പള്ളിന്റെ ഉള്ളിലെ കൊത്തുപണികൾ കണ്ടാ തന്നെ കണ്ണു തള്ളും ചങ്ങായിമാരെ. നമ്മളെ നാട്ടിലൊക്കെ ജമാഅത്ത് അങ്ങോട്ട് കഴിഞ്ഞാൽ മൊല്ലാക്ക ഫാൻ ഓഫ് ആക്കൂലേ, എന്നാ ഇവിടെ ആ സിസ്റ്റം ഇല്ല. ഇങ്ങോട്ട് നോക്കി, പള്ളിന്റെ ഉള്ളിൽ ഇതാ കരാട്ട ക്ലാസ് നടക്കണ്. പോണ വൈക്ക് ഈർപ്പ വലിച്ചു കെട്ടിയമായിട്ടൊരു പാലം കണ്ട് എന്താ രസം. ഇതൊക്കെ കാണുമ്പോഴാണ് അങ്ങാടിപ്പുറത്തെ പാലത്തിനൊക്കെ എടുത്ത് തോട്ടുകറിയാൻ തോന്നുക. ഉണ്ടാക്കിയ നേതാവിന്റെ പേരോ ഫ്ലെക്സോ ഒന്നുമില്ല. ഇവിടുന്ന് നോക്കിയാൽ പുത്രജയയിലെ പള്ളി കാണട്ടോ. പിന്നെ രാത്രി നേരത്ത് പോവാൻ ബുക്കിംഗ് താങ്ങിലെ ഫുഡ് സ്ട്രീറ്റ് ഉണ്ട്. അത് നേരം വെളുക്കോളം മലേഷ്യൻ എങ്ങനെ ഉണർത്തിയിരിക്കും. പിന്നെ പോയത് ബാത്തു കേവ്സ്ക്കാ. ഈ കാണുന്ന പ്രതിമ തന്നെയാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. നാം മലന്റെ മുകളിൽ ഒരുപാട് അമ്പലങ്ങളുണ്ട്. നീലി മഞ്ഞയും പച്ചയും നിറത്തിൽ കാണണേ ഈ സ്റ്റെപ്പുകൾ 272 പടികളുണ്ട്. അത് ചവിട്ടി കയറിയാലേ മുകളിലെത്തുള്ളൂ. കയറി മനുഷ്യന്റെ നെരിയാണിമൊന്നുണ്ട് ഒരു വേദന കയറാൻ. അതും കൂടി വന്നാൽ നമ്മൾ മുകളിലെത്തും. മുകളിലെത്തിയിട്ട് താഴത്തേക്കൊന്ന് നോക്കണം. ഹൗന്റെ മേ, ഇവിടെ എത്തിയാൽ കാണുന്ന ഒരു കാഴ്ച ഉണ്ട്. ഈ പാറക്കെട്ടിന്റെ ഇടയിലുള്ള അമ്പലങ്ങൾ തലേ കൂടെ പൊട്ടിച്ചാടി പോകുമെന്നൊരു പേടി ഉണ്ടാവും. എന്നാ പേടിച്ചണ്ട, ഒരാനക്ക അനങ്ങൂല. ഏതായാലും ബാത്തു കേവ്സ് ഇറങ്ങി ഇങ്ങനെ പോരുമ്പോഴാണ് ആ കാഴ്ച കണ്ടത്. ഒരു കുട്ടിനെയും കൊണ്ട് ഈ പടികൾ കയറി വരുന്ന ഒരു കുടുംബത്തിനെ ഓലെന്തോ ഒരു നേർച്ച നേർന്നതാണെന്ന് മനസ്സിലായി. പല രാജ്യത്തു നിന്നുള്ള പല ആചാരവും വിശ്വാസമുള്ള ആളുകൾ ഇത് കാണാനും പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അടുത്ത പോക്ക് ജെൻഡിങ് ഐലൻഡിക്ക. ജാതിക്ക തൂങ്ങി കിടക്കണ മാതിരത്തെ ഈ സാധനമാണ് കേബിൾ കാർ. ഈ കാണുന്ന പെണ്ണുങ്ങളും കുട്ടികളൊക്കെ ഇതിൽ കയറാനാണ് ഈ കാത്തു നിൽക്കുന്നത്. പടച്ച റബ്ബേ, ഇതിലൊന്ന് കയറി ഇതാണ്ട് മുന്നിക്ക് പോകാൻ തുടങ്ങിയാലേ പിന്നെ പള്ളയിലൊരു കാളല. താഴത്തേക്ക് നോക്കിയാൽ താഴെ ചേമ്പും കണ്ടം കാണുന്നുണ്ട്. ഏതായാലും ചൊല്ലാളതൊക്കെ ചൊല്ലി കമ്പിമ്മ മുറുക്കി പിടിച്ചവിടെ ഇരുന്ന് കുറച്ചങ്ങോട്ട് കഴിഞ്ഞ് മോൾക്കങ്ങോട്ട് എത്തിയപ്പം ഒന്നങ്ങോട്ട് നിർത്തി. അതെന്തിനാന്നോ, ഈ ബർഗർ അട്ടിക്കച്ചമായിത്ത ഈ സ്ഥലല്ലേ ഇത് കാണാനാ. ഇതൊരു അമ്പലാണ്. ഇതിന്റെ പേരാണ് ചിൻസ്വി ടെമ്പിൾ. ഈ കാണുന്ന മനുഷ്യനാണ് ഇതിന്റെ ഫൗണ്ടർ. കാണാൻ തന്നെ ചൈനക്കാരൊരു കെട്ടും മട്ടൊക്കെ ഉണ്ട്. ഫോട്ടോ എടുക്കാൻ പറ്റിയ കുറെ സ്ഥലങ്ങളുണ്ട്. നമ്മളൊപ്പം വന്ന ഷാവുൽ കബ്ബരൊക്കെ ആയിട്ട് നല്ല വർത്താനത്തിലാ. ബുദ്ധന്റെ നല്ല വലിപ്പമുള്ള ഒരു പ്രതിമ ഉണ്ട്. ചുരം പോലത്തെ റോഡ് ഇങ്ങനെ താഴത്തു കൂടെ ചുറ്റി തിരിഞ്ഞ് വരുന്നുണ്ട്. അയിക്കൂടി ഇങ്ങോട്ട് എത്തിപ്പെടട്ടോ. ഇവിടെ ഇങ്ങനെ നടന്നപ്പം നരകവും സ്വർഗവും കണ്ട്. തെറ്റ് ചെയ്തവർക്ക് കിട്ടുന്ന നരകത്തിലെ ശിക്ഷയും സ്വർഗത്തിലെ ശിക്ഷയും കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണിച്ചു വെച്ചിന്. താഴത്തേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു കാഴ്ചയാണ്. നല്ല കോട മൂടിയ ചിൻസീന്ന്. പിന്നെയും നമ്മൾ കേബിൾ കാർ കയറി ഈ മലന്റെ ടോപ്പിലെത്തി. ഒരു 2 ഹൈലൈറ്റ് മാള് കൂടിയാൽ എങ്ങനെ ഉണ്ടാവും. ആദ്യാദ്യ ഒരു മാള്. കുട്ടിയേക്കും വലിയവർക്കും കയറി എൻജോയ് ചെയ്യാനുള്ള കണ്ടമാനം റൈഡുകളും. എത്ര കൊല്ലങ്ങൾക്ക് മുന്നേ ഈ മലകളെ മുകളിൽ ഇങ്ങനെയൊക്കെ ബലി പ്ലാൻ ചെയ്തിന്. അതൊക്കെ നമ്മളെ രാജ്യം എന്നോ കണ്ടുപിടിച്ചണം. മുകളിൽ നേരം വൈകുന്നേരമായി. കോട മൂടി ഇങ്ങനെ കിടക്കുകയാണ്. കയറി അത്ര സുഖത്തിലല്ല കേബിൾ കാറുമ്മ കൂടെ താഴത്തേക്കുള്ള ഇറക്കം. ഏതായാലും രണ്ടും കൽപ്പിച്ച് ഇല്ലാത്ത ധൈര്യം അഭിനയിച്ച് താഴത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങി. നമ്മളെ പെരയിൽ സെഡ്ഡി ആയാലും ഒരു ഉണക്കാട്ട മാതിരിയാണ് ഇവിടെ കേബിൾ കാർ പോണത്. ഹൗ ഇനി പോണത് മറിച്ചിട്ട കുപ്പായിട്ടിട്ടാണ്. കാണോല് മൊത്തം മറിച്ചിട്ടതാണോ എന്ന് ചോദിച്ചിനെ. ഈ കുപ്പായത്തിന്റെ പൈസ മുതലായിന്. ഇതുകൊണ്ട് നമ്മളിഞ്ഞി പോണത് മലേഷ്യയിലെ രാജാവിന്റെ കൊട്ടാരത്തിക്കാ. പെരിഞ്ചാതി മതിലും അതിലും വലിയ ഗേറ്റും വെയിലോണ്ട് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഞാനൊന്ന് നടന്ന് കുതിരമ്മൽ കാവൽ നിൽക്കുകയാണ് ചങ്ങായിമാരൊക്കെ. രാജാവ് അകത്തുണ്ടെങ്കിൽ മഞ്ഞക്കൊടി ഇങ്ങനെ പൊന്തി കിടക്കും. മുതുവല്ലൂർ പഞ്ചായത്തിൽ നിന്ന് വന്ന നമ്മളെപ്പോലത്തെ രാജാക്കന്മാരെ കാണാൻ മലേഷ്യയിലെ രാജാവിന് താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോയി. മലേഷ്യന്റെ സ്വാതന്ത്ര്യദിനത്തിനും വേണ്ടി പോരാടി മരിച്ചോൽക്കും വേണ്ടി ഉണ്ടാക്കിയ ദേശീയ സ്മാരകത്തിന്റെ മുമ്പിൽ ജൂലൈ 31 വാരിയേഴ്സ് ഡേ അന്ന് പ്രധാനമന്ത്രി മലേഷ്യയിലെ പോലീസൊക്കെ മരിച്ചോർക്ക് ആദരാഞ്ജലി അർപ്പിക്കാൻ ഇവിടെ എത്തും. അടുത്തത് ചെന്നെത്തിയത് 20 ഏക്കർ സ്ഥലത്ത് പരന്ന് കിടക്കുന്ന KL ബേർഡ് പാർക്കിലാണ്. കൈമൽ ഇങ്ങനെ ഒരു ബാൻഡ് ഒട്ടിച്ചേരും. അതും കൊണ്ട് ഉള്ളിക്കാണ്ട് കയറിയാൽ ഇതൊരു ലോകാണ്. തത്ത, കൊക്ക്, മീന്, ഇന്ത്യന്ന് തൊടാൻ കഴിയാത്ത മയിലൊക്കെ ദാ ഈ മലേഷ്യയിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെ നേരന്ന് കിടക്കണ്. മലേഷ്യത്തെ മയിൽ തീറ്റ കൊടുത്താൽ കയ്യിൽ നിന്ന് കൊത്തി തിന്നും. അത്രക്ക് അനുസരണമുള്ള പക്ഷിയാ. നിസാന്റെ കൊട്ട പോലത്തെ ഈ പെരിഞ്ചാതി ചുണ്ടുള്ള ഈ മുതലിനോട് ഒരു കുത്ത് കിട്ടിയാ പിന്നെ സൂചി വെക്കാനേ നേരം ഉണ്ടാവുള്ളൂ. ഇതൊക്കെയാണ് എന്താ രസം. മൂപ്പത്തിയേരെ കാണാൻ തന്നെ എന്താ ചൊർക്ക്. കൂമം തൊട്ട് ഒട്ടക പക്ഷിയും കൊരങ്ങനും ഒരു കാലിൽ നിൽക്കണ കൊക്കും പല ജാതി പക്ഷികൾ. പിന്നെ ഇവിടെ പക്ഷികളെ വെച്ചുള്ള ഒരു ബേർഡ് ഷോ നടക്കുന്നുണ്ട്. അതിൽ പല ജാതി പക്ഷികൾ പോലെ കഴിവും തെളിയിച്ചു. പിന്നെ ചെന്നത് ഫ്രീഡം സ്ക്വയർക്കാ. ഈ ബസ്സിൽ നിന്നൊക്കെ ആൾക്കാർ ഇങ്ങോട്ട് ഇറങ്ങുന്നുണ്ട്. ഇവിടുത്തെ കോടതികളും ഗവൺമെന്റിന്റെ പല സ്ഥാപനങ്ങളും ഇതിന്റെ ഉള്ളിലാണുള്ളതെന്ന് നമ്മളെ ഡ്രൈവർ പറഞ്ഞു. ഒരു പ്രത്യേക തരമായ ബിൽഡിംഗ് ആണിത്. നമ്മളെ നാട്ടിലൊക്കെ ഇതേപോലെ പെരണ്ടാക്കുന്നുണ്ട് ആൾക്കാർ. ഇനിയാണ് നമ്മൾ കാണാൻ പോണത് എഞ്ചിനീയറെ കഴിവ് തെളിയിച്ച ദുബായിലെ ബുർജ് ഖലീഫൊക്കെ വരുന്നതിന്റെ മുന്നേ ലോകത്തുള്ള മനുഷ്യന്മാരെ ഉയരത്തിൽ കയറ്റി പേടിപ്പിച്ച സ്റ്റീൽ പാത്രം അട്ടിക്കിട്ടച്ചമായിത്തെ ഈ സാധനത്തിന്റെ പേരാണ് പെട്രോണാസ് ടിൻ ടവർ. ഇങ്ങോട്ട് നോക്കി, എന്റെ അമ്മക്ക് അടുക്കളയിൽ സ്റ്റീൽ പാത്രം അട്ടിക്കച്ച മാതിരിയാ. എന്താ അതിന്റെ ഒരു റങ്ക്. അപ്പൊ അതിന്റെ ഉള്ളിൽ കൊന്നാട് കയറി വെക്കണ്ടേ. ഉള്ളു കയറി ഏത് ഭാഗത്ത് എങ്ങനെ നിന്നാലും ഇങ്ങനൊരു ഫോട്ടോ കിട്ടും.
അതന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ്. ഇതിന്റെ മുന്നിന്നാണ് മലേഷ്യ പോയ മനുഷ്യന്മാർ മൊത്തം ഫോട്ടോ എടുക്കലും. ചാവക്കാടത്തെ അക്വേറിയം കണ്ട് അതാണ് വലുതെന്ന് പറഞ്ഞു നിൽക്കുന്ന മലയാളികളെ ഈ KLCCന്റെ അക്വേറിയത്തിന്റെ ഉള്ളിലൊന്ന് കയറി നോക്കി. കടലിന്റെ അടിത്തട്ടിൽ നമ്മൾ ഇന്നേ വരെ കാണാത്തയും കേൾക്കാത്തയും ജന്തുക്കളും മീനുകളും വള്ളത്തിന്റെ അടിയിൽ നീരാടുകയാണ്. ഇതൊക്കെ കാണേണ്ട കാഴ്ച തന്നെയാണ് മനുഷ്യന്മാരെ. പിന്നെ ചെന്നത് KL ടവർക്ക. രാത്രി ലൈറ്റ് ഇട്ടത് നിൽക്കുന്നത് കണ്ടാല് പുതിയെണ്ണ് മാറ്റി വരാൻ തോന്നിപ്പോവും. അത്രക്ക് ചൊർക്ക. ഇതൊന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. ഈ കാണുന്ന പില്ലറിന്റെ ഉള്ളിൽ നമ്മളെ പെരകളെക്കാളും സൗകര്യമുണ്ട്. അതറിയണമെങ്കിൽ അതിന്റെ മുകളിലത്തെ നിലയ്ക്ക് കാരണം മുകളിലെത്തി താഴത്തേക്ക് ഇങ്ങോട്ട് നോക്കുമ്പോൾ ടേപ്പ് റിക്കോർഡറിന്റെ ഉള്ളിൽ കപ്പാസിറ്റർ നിരത്തി വെച്ച മാതിരിയാണ് താഴത്തുള്ള കാഴ്ച. എത്ര ഉയരത്തിലാണ് നമ്മൾ ഉള്ളതെന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. മനുഷ്യനൊക്കെ എറുമ്പിന്റെ അത്ര വലിപ്പമുള്ളൂ. ഇവിടുത്തെ ബിൽഡിങ്ങുകളോ വെറും കപ്പാസിറ്ററിന്റെ അത്രയും. ഏതായാലും കാഴ്ചകൾ കണ്ട് കണ്ട് തളർന്ന് കുറെ മലയാളികളും കണ്ട് അടുത്ത